പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പുതിയ ആരോപണങ്ങളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വിദേശയാത്രകളെ ചൊല്ലിയാണ് പുതിയ ആരോപണം. പ്രധാനമന്ത്രി അന്താരാഷ്ട്ര ടൂറുകളിൽ തുടരുമ്പോൾ സാധാരണ പൗരന്മാരോട് വിദേശയാത്ര ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തിയത്. രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നും വരും മാസങ്ങളിൽ വിലക്കയറ്റവും ഇന്ധനവിലയും കുത്തനെ ഉയരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന വിലക്കയറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ ജനം താമസിയാതെ അനുഭവിക്കേണ്ടി വരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പെട്രോൾ, ഡീസൽ, പാചകവാതക വില എന്നിവ അടുത്ത കാലത്ത് ഗണ്യമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ സ്വർണം വാങ്ങരുതെന്നും വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെടുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രിയെ രാജ്യദ്രോഹിയായി രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചു. RSS പ്രവർത്തകർ മുന്നിൽ വന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പ്രധാനമന്ത്രി ഒരു രാജ്യദ്രോഹിയാണ്, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി ഒരു രാജ്യദ്രോഹിയാണ്, നിങ്ങളുടെ സംഘടന രാജ്യദ്രോഹപരമാണ്, നിങ്ങൾ ഇന്ത്യയെ വിറ്റുതുലയ്ക്കാൻ പ്രവർത്തിച്ചു എന്ന് അവരോട് പറയണം. വിദേശയാത്രകൾക്ക് വേണ്ടി വില കൂടിയ വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിന് പ്രധാനമന്ത്രിയെ രാഹുൽ ഗാന്ധി വിമർശിച്ചു. പ്രധാനമന്ത്രി ജനങ്ങളോട് വിദേശയാത്രകൾ ഒഴിവാക്കാൻ പറയുന്നു. എന്നിട്ട് ആയിരക്കണക്കിന് കോടി വിലയുള്ള വിമാനങ്ങളിൽ സ്വയം വിദേശയാത്ര നടത്തുന്നു. അദ്ദേഹം പറഞ്ഞു. സ്വന്തം വിദേശയാത്രകൾ തുടരുമ്പോൾ ജനങ്ങൾക്ക് വിപരീത സന്ദേശങ്ങൾ നൽകുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ആഗോള അസ്ഥിരതയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും കാരണം യാത്രയും ചെലവഴിക്കലും കുറയ്ക്കാൻ നേരത്തെ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകളെയും രാഹുൽ ഗാന്ധി പരാമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ COVID-19 മഹാമാരി കാലത്തെയും നോട്ട് നിരോധന കാലത്തെയും പ്രസംഗങ്ങളെയും രാഹുൽ ഗാന്ധി പരാമർശിച്ചു. നരേന്ദ്രമോദി നിങ്ങളോട് പറയും, അദ്ദേഹം കരയും. കോവിഡ് സമയത്തും നോട്ട് നിരോധന സമയത്തും കരഞ്ഞതുപോലെ അദ്ദേഹം കരയും. ഇതൊന്നും അദ്ദേഹത്തിന്റെ തെറ്റല്ല എന്ന് പറയും. രാഹുൽ ഗാന്ധി പരിഹസിച്ചു. ഇന്ധനവില തവണകളായി ഉയർത്തി മോദി പൊതുജനത്തിന്റെ പോക്കറ്റടിക്കുന്നുവെന്നും സാമ്പത്തിക കൊടുങ്കാറ്റ് വരുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്രം അവഗണിച്ചുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 12 വർഷം കൊണ്ട് 43 ലക്ഷം കോടി രൂപ മോദി കൊള്ളയടിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം മോദി ജനങ്ങൾക്ക് വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നല്ലാതെ പറഞ്ഞതൊന്നും കൊടുക്കുന്നില്ല. നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ ഓരോ വീട്ടിലേക്കും അക്കൗണ്ടുകളിൽ 15 ലക്ഷം രൂപ തരുന്ന വിധത്തിൽ കള്ളപ്പണം പിടിച്ചെടുക്കുന്നുവെന്ന് പറഞ്ഞു. 15 ലക്ഷം പോയിട്ട് 15 രൂപ പോലും മോദി ജനങ്ങൾക്ക് നൽകിയില്ല. 2014 ഭരണത്തിൽ വന്നപ്പോൾ മോദി പറഞ്ഞത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ UPA സർക്കാരിന്റെ ഭരണത്തിലുണ്ടായിരുന്ന 63 രൂപ പെട്രോൾ ലിറ്ററിനുള്ള വില 50 രൂപയ്ക്ക് ജനങ്ങൾക്ക് നൽകുമെന്നായിരുന്നു. എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ താഴെയിറക്കാൻ നോക്കുമ്പോൾ വോട്ട് ചോരിയിലൂടെയും ഇലക്ട്രോണിക് മെഷീൻ തട്ടിപ്പിലൂടെയും MP-മാരെ കോടികൾ കൊടുത്ത് വിലക്കെടുത്തും ഏകാധിപത്യ ഭരണം നടത്തുകയാണ് മോദിയും അമിത്ഷായും. കോർപ്പറേറ്റുകളായ അദാനിക്കും അംബാനിക്കും വേണ്ടി മാത്രമാണ് മോദി ഭരണം കൊണ്ടുപോകുന്നത്. എത്ര കോടികൾ കൊടുത്ത് ഭരണത്തെ നിലനിർത്താൻ മോദി ശ്രമിച്ചാലും ഒരു ദിവസം ജനങ്ങൾ തെരുവിലിറങ്ങും. ഏത് വിധേനയും ഈ ഭരണത്തെ അടിച്ചമർത്തി പുതിയൊരു ഭരണകൂടത്തെ ജനങ്ങൾ സൃഷ്ടിക്കും.